ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജോലിക്ക് പോണവർക്കൊക്കെ ഒരു ടിപ്സ് അല്ല, കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് വ്ളോഗും കൂടിയാണ്. വൈകുന്നേരം വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിരുന്ന് ഒരു തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്, ഡ്രസ്സൊക്കെ മാറിയിട്ട്. അപ്പോൾ ചോറ് തിളപ്പിക്കണം. ചോറാണ് കേട്ടോ വൈകുന്നേരം ഇന്ന്. ചിലപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കും, ചിലപ്പോൾ ദോശ ഉണ്ടാക്കും, ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും. പക്ഷേ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഞാനതൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ആദ്യത്തെ പറയാണ്ടത് വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ചോറുള്ളത് കൊണ്ടും പിന്നെ മീൻ കറി ഉണ്ട് ഇന്ന്. അപ്പോൾ കുറച്ച് മീൻ വറക്കാനും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം വറക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ എന്താവാന്ന് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി, കുറച്ച് വെള്ളം മതി കേട്ടോ. അവർക്ക് വലിയ ചൂടൊന്നും വേണ്ട കുളിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം ആ കെറ്റിലിൽ വെള്ളം ചൂടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇരുമ്പിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച്, ഇന്നലെ മത്തി വാങ്ങിച്ചതാണ് കേട്ടോ. 1-2 വട്ടം ഇന്നലെ വൈകുന്നേരം രാവിലെയും ഒക്കെ വറക്കൽ കഴിഞ്ഞു. ഇനി ബാലൻസ് ഉള്ളതാണ് ഇന്ന് വൈകുന്നേരം വറക്കുന്നത് കേട്ടോ. ആദ്യമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചിലവാകും. ഇപ്പോൾ ഫുഡ് ഐറ്റംസൊക്കെ വളരെ ചിലവ് കുറവാണ്. പാത്രം കഴുകാൻ കുറച്ചുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം തേച്ച് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ ഞാൻ അടുക്കളയിൽ ഒന്ന് ഒതുക്കി ആ പാത്രങ്ങളൊക്കെ ഒന്ന് സിങ്കിലേക്ക് ഇട്ട് പിന്നെ ഇതൊക്കെ വെച്ചങ്ങാണ്ട് പിന്നെ പാത്രം കഴുകൽ കഴിയുമ്പോഴേക്കും ഇതൊക്കെ റെഡി ആവുമല്ലോ. അപ്പോഴാണ് ആദ്യം നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞത് കൊണ്ടുവന്നത്. എന്ത് ഭംഗിയാലേ ആകാശം കാണാനായിട്ട്. എൻ്റെ ക്യാമറയ്ക്ക് അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല, എന്നാലും കൂട്ടുകാർ നോക്കിയിരുന്നോ ഇന്നും ഇന്നലെയൊക്കെ മഴക്കാറുള്ള ദിവസം ഒന്ന് ചന്ദ്രനെ നോക്കിക്കോളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ചുറ്റും ആ മേഘങ്ങൾ മാറി നിന്ന് ചന്ദ്രൻ മാത്രം അവിടെ പ്രകാശിച്ച് മൊത്തത്തിൽ ഇരുട്ടൊക്കെ ആയിട്ട് ആ വെളിച്ചം നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വേഗം വന്ന് പാത്രം കഴുകൽ കഴിഞ്ഞു എൻ്റെ അപ്പോഴേക്കും. പിന്നെ ഞാൻ ആ സിങ്കൊക്കെ ഒന്ന് കഴുകണം. ഞാനപ്പോൾ വിചാരിച്ചു എനിക്ക് കുറച്ച് അരയ്ക്കാനൊക്കെ ഉണ്ട് മിക്സിയിൽ. അപ്പോൾ ആ പാത്രം കഴുകണത് അവിടെ വെച്ചാൽ ശരിയാവില്ല. അതിനിപ്പോൾ അതെടുത്ത് മാറ്റേണ്ടതേ ഇഷ്ടമില്ല കേട്ടോ. അവൻ പാത്രം കഴുകി എപ്പോഴും അതിലാണ് ഇടുന്നത്. അപ്പോൾ അരയ്ക്കാനുണ്ടാവുമ്പോൾ ഇനി അതിലേക്ക് തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ വെള്ളം വന്നതൊക്കെ ഒന്ന് ചെരിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ കെറ്റിലും സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ ആ സിങ്കൊക്കെ ഒന്ന് തേച്ച് കഴുകിയിടാമെന്ന് വെച്ചു. രാവിലെ നമ്മൾ എല്ലാ നേരം പാത്രം കഴുകുമ്പോൾ തേച്ച് കഴുകിയില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഡെയിലി നമ്മളൊന്ന് സിങ്ക് തേച്ച് കഴുകിയില്ലെങ്കിൽ വൃത്തിയുണ്ടാവില്ല കേട്ടോ. അതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോവും. അതോടുകൂടി ആ പൈപ്പിൻ്റെ ചുറ്റും ഒക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പാത്രം കഴുകുമ്പോൾ ഒക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വൃത്തിയായി നല്ല ക്ലീനായിട്ട് ഇരുന്നോളും. അപ്പോൾ അങ്ങനെ വേഗം അതൊക്കെ ഒന്ന് തേച്ച് കഴുകി ഞാൻ ആ ബ്രഷ് വെച്ചിട്ടാണ് തേച്ച് കഴുകിയത് കേട്ടോ. വൈപ്പർ ആദ്യത്തെ വൈപ്പ് ചെയ്തെടുക്കുമ്പോഴുണ്ടല്ലോ ഒരു തുള്ളി വെള്ളമില്ലാണ്ട് വൈപ്പ് ചെയ്തെടുക്കും. ഞാൻ ചെയ്യുമ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആവാറില്ല കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യണമാതിരി ഇങ്ങനെ വളച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയതായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയെങ്കിലും അവൻ്റെ അത്രയ്ക്ക് ആയില്ല. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കിനി നാളത്തേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാനായിട്ട് ടി വി കാണുന്നവരാന്ന് വെച്ചാൽ എല്ലാം അവിടെ കൊണ്ടുവച്ച് ആ വേഗം കഷ്ണങ്ങളൊന്ന് അരിഞ്ഞെടുത്താൽ മതി. പണി കഴിഞ്ഞ് ടി വി കാണലും കഴിയും, നമ്മുടെ കഷ്ണങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ള അരിയലും കഴിയും കേട്ടോ. ഞാൻ ടി വി കാണാത്ത കാരണം കൊണ്ട് അടുക്കളയിൽ തന്നെ ഇരുന്ന് അരിഞ്ഞു. നാളെ ബീറ്റ്റൂട്ട് തോരനല്ല മെഴുക്ക് പറ്റിയായിട്ടാണ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ സാമ്പാർ, പറ്റിങ്ങി ഉണക്കമീൻ വറക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് എന്തായാലും അരിഞ്ഞ് വെക്കണമല്ലോ. ഞാൻ ആദ്യം വെള്ളയപ്പത്തിനാട്ടാന്ന് വെച്ചിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഈസ്റ്റ് ഇല്ല. അപ്പോൾ ചേട്ടനെ വിളിച്ച് പറഞ്ഞു ഈസ്റ്റ് വാങ്ങിക്കാനായിട്ട്. ഞാനപ്പോൾ വേഗം കഷ്ണങ്ങൾ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്തു. ബീറ്റ്റൂട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ ചേട്ടനോട് ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ക്യാരറ്റ് ഓരോന്നിൽ തിരിച്ചിട്ട് അങ്ങനെ കഴിയാറായി. ബീറ്റ്റൂട്ട് ഉണ്ട്. അപ്പോൾ അത് ചോപ്പറുള്ള കാരണം കൊണ്ട് ബീറ്റ്റൂട്ട് അരിഞ്ഞ് വയ്ക്കാനൊന്നും ഇപ്പോൾ ഒരു പ്രയാസമില്ല കേട്ടോ. ചോപ്പർ ഇല്ലെങ്കിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റ് അരിയാന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ക്യാബേജും ബീറ്റ്റൂട്ട് ക്യാരറ്റും ക്യാബേജും കേട്ടോ, ഇത് 3 അരിയാനാണ് മെയിനായിട്ട് ചോപ്പർ വേണ്ടത്. പിന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില അതിൻ്റെ കൂടെ അരിയണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ താഴത്തിരുന്ന് അരിയണത് എനിക്ക് അങ്ങനെ ഇരുന്ന് അരിയാനായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് സ്റ്റൂൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ കസേരയിൽ പോയിരുന്ന് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് അടുക്കള വാതിൽ തുറന്നിട്ട് ആ തണുപ്പ് ഉള്ള കാറ്റൊക്കെ അടിച്ച് അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ നല്ല ഇഷ്ടമാണ്. അങ്ങനെതാ ബീറ്റ്റൂട്ടിൻ്റെ കളർ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അതുപോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഈ ബീറ്റ്റൂട്ട് വെച്ചിട്ട് അതിൻ്റെ കളർ സാരി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു. അപ്പോൾ ശ്രീ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ശ്രീയുടെ ഒരു അനക്കം കാണാനില്ല. ഞാനും കാണുകയാണെങ്കിൽ കമൻറ്റ് ഇട്ടോളാം. വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ഇടുന്നത് എനിക്കറിയാം, എന്നാലും ഞാൻ വെറുതെ ചോദിച്ചതാണ്. വയ്യായ്ക്കൊക്കെ കുറവുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ശ്രീക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ.
അപ്പോൾ അങ്ങനെ കൂടുതൽ പറയണില്ല ഞാൻ അതിനെ പറ്റിയിട്ട്. അങ്ങനെ ബീറ്റ്റൂട്ട് അരിയിലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കില്ല, ഫ്രിഡ്ജിൽ തന്നെ താഴത്ത്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യണതല്ലേ, കഷ്ണങ്ങൾ അരിഞ്ഞ് വെക്കലും ചോറ് തിളപ്പിച്ച് വെക്കലൊക്കെ. അപ്പോൾ അതങ്ങനെ എടുത്ത് വെച്ചു. കുമ്പളങ്ങ ഇതാ അങ്ങനെ ഇരിക്കണില്ലേ, അങ്ങനെയാണ് കേട്ടോ ഞാൻ വയ്ക്കുക. ഒരു പാത്രത്തിൽ കുത്തിയിട്ട് ഇങ്ങനെ കമഴ്ത്തി വയ്ക്കും. അതിനിടയ്ക്ക് ചേട്ടൻ പാലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. തണ്ണിമത്തം മഞ്ഞ തണ്ണിമത്തം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് ക്യാമറയ്ക്ക് നമ്മുടെ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ മുറിക്കാണ്ടിരുന്നത്. പിന്നെ ഈസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്, പാലും. സാമ്പാർ പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് വാങ്ങിച്ചു. സാമ്പാർ പൊടി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കാരണം കൊണ്ട് ഇപ്പം അങ്ങനെ എടുക്കണില്ല. എപ്പോഴെങ്കിലും സാമ്പാർ പൊടിയും കൂടി ഉണ്ടാക്കാം. സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ച് ഭയങ്കര ലാഭമാണ് കേട്ടോ സാമ്പാർ പൊടി ഉണ്ടാക്കണത്. അങ്ങനെ തണ്ണിമത്തനും പാലൊക്കെ കഴുകി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. പിന്നെ ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും വേഗം, അധികം കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മുരിങ്ങയ്ക്ക അങ്ങനെ കേടായി തുടങ്ങിയ കാരണമാണ് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, തക്കാളി, കുമ്പളങ്ങ, 3-4 പച്ചമുളക്, ക്യാരറ്റ്, അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അതാ നാളികേരം വെട്ടി ചേട്ടന് കൊടുത്ത് പച്ചരിക്ക് തന്നു. അപ്പോൾ വെള്ളയപ്പത്തിന് പച്ചരി 2 നാഴിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു നല്ല കൈപ്പിടി നിറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഈസ്റ്റ് കേട്ടോ. ഇത്രയും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളയപ്പത്തിന് ഈ കൂട്ടുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വെള്ളം കൂടിയാലോ കുറഞ്ഞാലോ ആണ് വെള്ളയപ്പം ശരിയാവാതെ ഇരിക്കാറ് എനിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ മിക്സിയുടെ ജാറ് വലുത്, ജ്യൂസർ ജാറാണല്ലോ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. അത് കാരണം വേറെയും ഒരു വലിയ ജാറുണ്ട് കേട്ടോ. അതിൻ്റെ ബ്ലേഡ് ഇങ്ങനെ കട്ടായിപ്പോയി. എപ്പോഴെങ്കിലും മറന്നിരിക്കായിരുന്നു ആ മിക്സിയുടെ കാര്യം. അത് എപ്പോഴെങ്കിലും എടുത്തൊന്ന് കൊണ്ടുപോയി ശരിയാക്കണം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അങ്ങനെ വേഗം അരച്ചെടുത്തു കേട്ടോ. ഇന്ന് പെട്ടെന്ന് എന്തായാലും അരഞ്ഞ് കിട്ടി. നന്നായിട്ട് അരിയൊക്കെ കൊണ്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അത് അരച്ച് കണ്ടിട്ട് ഒരു പോണിലേക്ക് വെച്ചു. അപ്പോൾ എപ്പോഴും ടിപ്സ് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഈ നേരം വരെ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളൊക്കെ തലേദിവസം അരിഞ്ഞ് വയ്ക്കുക. അതുപോലെ വെള്ളയപ്പത്തിനായാലും ദോശമാവിനായാലും ആട്ടി വയ്ക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ഒരു 2 ദിവസത്തേക്കും കൂടിയും ആട്ടി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് അധികം പുളിച്ച് പോകാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വിചാരിച്ചാൽ ഒരു 2-3 പാത്രത്തിലേക്ക്, അല്ലെങ്കിൽ നാളേക്ക് വേണ്ടത് മാത്രം ഒരു പാത്രത്തിലേക്ക് പകർത്തി പുറത്ത് വയ്ക്കുക. ബാക്കിയുള്ളത് ഇങ്ങനെ പൊന്തി വരാനായിട്ട് മുന്നേ തന്നെ അരച്ചന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നാളെയാണ് വെള്ളയപ്പം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ അധികം അങ്ങനെ പുളിക്കൽ ഉണ്ടാവില്ല. വെള്ളയപ്പത്തിൻ്റെ മാവായാലും ദോശയായാലും ഇഡ്ഡലി ആയാലും എല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുക. ഇപ്പോൾ ഇതെനിക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ശ്രീകുട്ടനൊന്നും ഇല്ലാത്ത കാരണം ഈ 2 വെള്ളയപ്പമൊക്കെയാണ് ഓരോരുത്തർ കഴിക്കുള്ളൂ. അതേപോലെ നമ്മളെപ്പോൾ നാളികേരം ചെരുകുമ്പോഴും ഒരിത്തിരി കൂടുതൽ ചെരുക്കിയിട്ട് കുറച്ച് നാളികേരം എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തോരൻ വയ്ക്കുമ്പോൾ കുറച്ചിടണം, അല്ലെങ്കിൽ ഒരു ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ചിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് മീൻ കൊണ്ടുവന്നു കുറച്ചെടുത്തിട്ട് അരച്ചിട്ട് വയ്ക്കാമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നാളികേരം പോരെ. അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച്, അല്ലെങ്കിൽ ഒരു ചമ്മന്തി അരയ്ക്കണം തോന്നി, അപ്പോൾ നമുക്ക് വേഗം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടൊക്കെ ചെയ്യാമല്ലോ. ഇപ്പോൾ കുറച്ച് നാളികേരം എപ്പോഴും ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്യുക. പിന്നെ 2 ദിവസത്തേക്കൊക്കെയാണ് ഫ്രിഡ്ജിൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഫ്രീസറിലേക്ക് മാറ്റേണ്ടി വരും. പിന്നെ ഞാൻ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുകയാണ്. ദോശയ്ക്ക് ഇവിടെ ആയിരിക്കും കറിയൊന്നും വേണ്ട, ഇത്തിരി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒരു 1/4 കപ്പ് അരിയാണ് ഞാൻ വറുത്തെടുത്തത്. പിന്നെ ഒരു 1/2 കപ്പ് ഉഴുന്ന്, 1/2 കപ്പോളം തന്നെ പീനട്ട് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂണൊക്കെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് പരിപ്പുണ്ടല്ലോ, നമ്മുടെ പരിപ്പ്, അല്ലെങ്കിൽ കടലപ്പരിപ്പ്, പൊട്ടുകടല എന്നൊക്കെ പറയില്ലേ, അതായാലിട്ട്. അപ്പോൾ അത് പരിപ്പുണ്ടായിരുന്നു, പരിപ്പ് ഞാട്ടില്ല, പൊട്ടുകടല ഉണ്ടായിരുന്നില്ല. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് വറുത്തെടുത്തു. അവസാനം വറ്റൽമുളക് അല്ലെങ്കിൽ മുളക് പൊടി, അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇടുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും. അപ്പോൾ അതും കൂടി ഓഫ് ചെയ്തതിന് ശേഷം ഞാനിട്ട് അവിടെ ചൂടാറാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി തോല് കളഞ്ഞും കണ്ടിട്ട് അത് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി തോലൊന്നും കളയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഇതൊക്കെ തണ്ടൊക്കെ കളഞ്ഞാൽ മതി, എന്നിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറേ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കണവരാണെങ്കിൽ ഇഞ്ചിയൊക്കെ തോല് കളഞ്ഞ് ഒന്നും വെയിലത്ത് ഉണക്കുക, അതേപോലെ തന്നെ കഴുകിയിട്ട് ആ വെള്ളം പോകാനായിട്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് കഴുകിയിട്ട് വെയിലത്തൊന്ന് ഉണക്കിയതിന് ശേഷം അരച്ചെടുക്കുമ്പോൾ ഞാൻ വെള്ളമാണ് ചേർത്തത്. കൂടുതൽ ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത്, കുറച്ച് ഉപ്പും ഓയിലും ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മാത്രം ഉണ്ടാക്കണോണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് വെച്ചത്. ഞാൻ കുറച്ച് ഉണ്ടാക്കണതിൻ്റെ കാരണം ഞാൻ കൂടുതലും
ചിക്കനിലായാലും മീനിലായാലും മിക്ക സാധനങ്ങളിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർക്കാറ് കൂടുതലും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം ഉണ്ടാക്കിയത്. അതങ്ങനെ ഒരു ജാറിൽ ഉണ്ടാക്കി അതങ്ങനെ വെച്ചു കേട്ടോ. ഇത് 1-2 ആഴ്ചയൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. പിന്നെ മീനും ചിക്കനൊക്കെ വറക്കാനായിട്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അങ്ങനെ തന്നെ ഒരു ദിവസം ഇതൊക്കെ ഉണ്ടാക്കി വെക്കാൻ നിന്നാൽ നമ്മുടെ ഒരു അരനേരം പോയി കിട്ടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഇത്തിരി കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് മീനും ഇറച്ചിയൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന വറക്കാൻ പറ്റാവുന്ന മസാലയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഇത്തിരി കുരുമുളക് ഇട്ടിട്ടുണ്ട്, പെരിഞ്ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് വയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. ഇതുപോലെ തന്നെ നമ്മൾ മീനോ ചിക്കനോ വറക്കുമ്പോൾ ഇത്തിരി കൂടുതലായിട്ട് ചെയ്തിട്ട് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അങ്ങനെ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്ത് വയ്ക്കണമെങ്കിൽ വലിയ ലാഭം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും ഇങ്ങനെ എടുക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്തിട്ട് അത് കുറച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. അതങ്ങനെ പൊടിച്ച് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആദ്യത്തിന് ഇത് തന്നെയാവും കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ചെയ്തു വെച്ച കാര്യങ്ങൾ. പിന്നെ ഇനി നാളത്തേക്ക് കുറച്ച് ചോറ് വയ്ക്കും. അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. തെർമൽ കുക്കറിൽ ചോറ് ഇറക്കി വയ്ക്കാത്തവർ ഇത്തിരി കുറവാണ്, അല്ലെങ്കിൽ കുക്കറിൽ. അപ്പോൾ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പരിപ്പ് വേണമെങ്കിൽ വേവിച്ചിടുക കേട്ടോ. സാമ്പാർ പിറ്റേ ദിവസം വയ്ക്കണമെന്ന് വെച്ചാൽ പരിപ്പ് വേവിച്ചിരിക്കാം. മീൻകറിയുടെ കാര്യം ചോദിക്കേണ്ടായിരുന്നു, പിറ്റേ ദിവസം കേട് കൂടാണ്ട് ഉപയോഗിക്കുകയാണെന്ന്. അപ്പോൾ മീൻകറി നമ്മൾ വെച്ചിട്ട് മോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രഷ് മാറ്റിലടിക്കാൻ ഈ ബ്രഷ് വേണം. അപ്പോൾ അത് കാരണം അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറി നമ്മൾ തലേദിവസം വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് വയ്ക്കുക. പിന്നെ മൂടി വയ്ക്കുമ്പോൾ അടച്ച് മൂടി വയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് ആവി പോകണം നിലയ്ക്ക് വെക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കേടാവും കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് തിളപ്പിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് തിളപ്പിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ മോപ്പല്ല ബ്രഷ് ഫിറ്റ് ചെയ്ത് ഒന്ന് അടിച്ചൊക്കെ നോക്കി ഒരു പ്രൊഫസറൊക്കെ കാണിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് പോയി കുളിച്ച് വന്നപ്പോഴേക്കും വീണ്ടും ഫോൺ ചാർജായി. അങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് ഇന്ന് കുറച്ചധികം വൈകിട്ടാണ് കേട്ടോ കിടന്നുറങ്ങാൻ പറ്റിയത്. എന്നുവെച്ചാൽ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒരേ ദിവസമായി പോയി. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഫുഡ് കഴിക്കലൊക്കെ അതിനിടയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. ഈ ടിപ്സുകൾ തന്നെ അത്യാവശ്യം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ വീഡിയോ വല്ലാണ്ട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി തിങ്കളാഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.